വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 7, 8, 9 തിരുവചനങ്ങൾ. സംഭവിച്ചതെല്ലാം കേട്ട് ഹെരോദസ് രാജാവ് പരിഭ്രാന്തനായി. എന്തെന്നാൽ യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചിലരും, ഏലിയ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് മറ്റു ചിലരും, പണ്ടത്തെ പ്രവാചകന്മാരിൽ ഒരുവൻ ഉയർത്തു വന്നിരിക്കുന്നു എന്ന് വേറെ ചിലരും പറഞ്ഞിരുന്നു. ഹെരോദസ് പറഞ്ഞു, ഞാൻ യോഹന്നാനെ ശിരച്ഛേദം ചെയ്തു. പിന്നെ ആരെക്കുറിച്ചാണ് ഞാൻ ഇക്കാര്യങ്ങൾ കേൾക്കുന്നത്? അവൻ ആരാണ്? അവനെ കാണാൻ ഹെരോദസ് ആഗ്രഹിച്ചു. കർത്താവിന്റെ സുവിശേഷം. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് സെപ്റ്റംബർ മാസം 25-ാം തീയതി ഈ 9 മണി സമയത്ത് നമ്മൾ ഈ ശുഭരാത്രി സന്ദേശത്തിനു വേണ്ടി കാതോർക്കുമ്പോൾ ഈ വചനം നമുക്ക് നൽകുന്ന സന്ദേശം നമുക്ക് ധ്യാനിക്കാം. ഒന്നാമത്തെ വചനം ഇതാണ്: സംഭവിച്ചതെല്ലാം കേട്ട് എന്നുള്ളതാണ്. ഹെരോദസ് രാജാവ് കുറെ കാര്യങ്ങൾ കേട്ടു. കേട്ടത് ഈശോയെ കുറിച്ചാണ്. ഇന്നലെ നമ്മൾ വായിച്ച വചനഭാഗം വിചിന്തനം ചെയ്തത് ശിഷ്യന്മാർ, അധികാരം കിട്ടിയ ശിഷ്യന്മാർ, ശക്തി ലഭിച്ച ശിഷ്യന്മാർ ചുറ്റി നടന്ന് ദൈവവചനം പ്രഘോഷിക്കുകയും ദൈവരാജ്യത്തെക്കുറിച്ച് പ്രഘോഷിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും പിശാചുക്കളെ പുറത്താക്കുകയും ചെയ്തു. അങ്ങനെ രണ്ടുപേർ വെച്ച് ഓരോ ഇടങ്ങളിലേക്ക് പോയി. എല്ലാ ദേശത്തും വലിയ സന്തോഷമുണ്ടായി. ഒത്തിരി രോഗികൾ സുഖപ്പെട്ടു, ഒത്തിരി പിശാച് ബാധിതർ സുഖമാക്കപ്പെട്ടു, പിശാചുകൾ പുറത്താക്കപ്പെട്ടു. അങ്ങനെ വലിയ സംഭവങ്ങൾ തന്റെ രാജ്യത്ത് നടക്കുന്നത് തീർച്ചയായും ഹെരോദസ് കേട്ടു. അപ്പോൾ ഹെരോദസ് കേട്ട കാര്യങ്ങൾ, സബ്ജക്റ്റ് എന്ന് പറയുന്നത്, ഹെരോദസ് കേട്ട സബ്ജക്റ്റ് ഈശോയുടെയും അവന്റെ ശിഷ്യന്മാരുടെയും പ്രവർത്തികളാണ്, ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒന്നാമത്തെ വിചിന്തന വിഷയം, ഞാൻ ഇന്ന് കേൾക്കുന്നത്, ഇന്ന് പ്രഭാതം മുതൽ ഈ സമയം വരെ ഞാൻ കേട്ടത് ആരുടെ പ്രവർത്തികളെ കുറിച്ചാണ്? നമ്മൾ കേൾക്കാനിടയുള്ള പല വാർത്തകളുണ്ട്. പല വാർത്തകൾ, പലരുടെയും റിപ്പോർട്ടുകൾ നമ്മൾ ടിവിയിലും പത്രത്തിലും ഒക്കെ കാലത്ത് മുതൽ വൈകുന്നേരം വരെ കേൾക്കുന്നത്, മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നത്, നമ്മുടെ ചുറ്റുപാട്, നമ്മളുടെ വീട്ടിൽ സംസാരിച്ച കാര്യങ്ങൾ കേട്ടത്, സുഹൃത്തുക്കളിൽ നിന്ന് കേട്ടത്, ഫോൺ വിളിച്ച് കേട്ടത്, അങ്ങനെ പലതും നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ കേട്ട കൂട്ടത്തിൽ കർത്താവിന്റെ പ്രവർത്തികളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് ചോദ്യം. നമ്മൾ കർത്താവിന്റെ പ്രവർത്തികളെ കുറിച്ച് കേൾക്കുന്നവരാകട്ടെ. അത് എല്ലാ മാധ്യമങ്ങളിലൂടെ കർത്താവിന്റെ പ്രവർത്തികളെ കേൾക്കട്ടെ. നമ്മുടെ ഇടയിലുള്ള സംസാരങ്ങളിലൂടെ എങ്ങനെയാണ് നമുക്ക് കർത്താവിന്റെ പ്രവർത്തികളെ കുറിച്ച് കേൾക്കാൻ സാധിക്കുന്നത്? ആരെങ്കിലും പറയണം, ആരെങ്കിലും പറയുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യണം. കർത്താവിന്റെ പ്രവർത്തികളെക്കുറിച്ച്, കർത്താവിന്റെ വചനത്തെക്കുറിച്ച് പറയുന്നവരും ചർച്ച ചെയ്യുന്നവരും കർത്താവിനെ കുറിച്ച് കേൾക്കുന്നവരുമാകട്ടെ എന്നതാണ് ഇന്നത്തെ ഒന്നാമത്തെ ശുഭരാത്രി സന്ദേശം. രണ്ടാമതായിട്ട്, കേട്ട് കഴിഞ്ഞപ്പോൾ ഹെരോദസിന് ഈശോയെ കാണണമെന്ന് ആഗ്രഹമുണ്ടായി. നമുക്ക് ഈ രാത്രിയിൽ ഉണ്ടാകേണ്ട ഒരാഗ്രഹം അതാണ്: എനിക്ക് ഈശോയെ കാണണം.
നമുക്ക് ഏറ്റു പറയാം, എനിക്ക് ഈശോയെ കാണണം. അതിനു വേണ്ടി ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. അമ്മ ത്രേസ്യയെ വളരെ വലിയ പ്രാർത്ഥനാ ചൈതന്യത്തിലേക്ക് നയിച്ച ഒരു പാട്ടുണ്ട്. എൻ മിഴികൾക്ക് തവ ദർശനം നൽകണമേ എൻ്റെ പ്രാണേശ്വര എന്ന് പറയുന്നൊരു പാട്ട്. എൻ മിഴികൾക്ക് തവ ദർശനം നൽകണമേ എൻ്റെ പ്രാണേശ്വര. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് ഈശോയെ കാണാനുള്ള ഒരു അഭിവാഞ്ച, ഒരു ഉത്കടമായ ദാഹമുണ്ടാകട്ടെ. സാധാരണ രീതിയിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് ലോകത്തിൻ്റെ പ്രതാപങ്ങളുള്ള ആളുകളെയാണ്. പോപ്പുലർ ആയിട്ടുള്ള ആളുകളെയൊക്കെ കാണാനായിട്ട് നമ്മൾ സാധാരണ രീതിയിൽ ആഗ്രഹിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലുമൊക്കെ നമ്മൾ കാണാനായിട്ട് ആഗ്രഹിക്കാറുണ്ട്. ആഗ്രഹിക്കുന്നതിൻ്റെ അപ്പുറം നമ്മുടെ കണ്ണുകൾക്ക് ഈശോയെ കാണാൻ ഉള്ള ഒരു ആഗ്രഹം ഉണ്ടാകട്ടെ. അവസാനമായി അച്ഛൻ പറയട്ടെ, ഹെറോദസ് ഒടുവിൽ ഈശോയെ കാണുന്നത്, ഹെറോദസ് കാണാൻ ആഗ്രഹിച്ചപ്പോൾ ഈശോ അവന്റെ മുൻപിലേക്ക് ചെന്നില്ല. ഈശോയെ ഹെറോദസ് കാണുന്നത് ഈശോയുടെ പീഡാസഹന വേളയിൽ ഹെറോദസിന്റെ മുൻപിലേക്ക് പീഡിപ്പിക്കപ്പെട്ട് ബന്ധിക്കപ്പെട്ട് ഒരു പ്രതാപവുമില്ലാത്തവനായി, ഒരു അത്ഭുതവും പ്രവർത്തിക്കാത്തവനായി, മുറിവേൽപ്പിക്കപ്പെട്ട് ക്ഷീണിച്ച് അവശനായി, ആരും കൂടെ നിൽക്കാത്തവനായി, ആരും പിറകെ നടക്കാത്തവനായി ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് ഈശോ ഹെറോദസിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത്. ഈശോ ഹെറോദസിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത് രക്ഷാകര ചരിത്രത്തിന്റെ അതിനിർണായകമായ ഒരു ഘട്ടത്തിലായിരുന്നു. പക്ഷേ ആ സമയത്ത് തൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്ന ഈശോയെ, അവനിലുള്ള ദൈവമഹത്വത്തെ, ദൈവത്തെ ഹെറോദസിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ആരെയാണോ കാണാൻ ഹെറോദസ് ആഗ്രഹിച്ചത്, അയാളെ കണ്ടപ്പോൾ ആ കാഴ്ച കൊണ്ട് ഹെറോദസിന് ഒരു ഗുണവും കിട്ടിയില്ല എന്നതാണ് ദൗർഭാഗ്യകരം. അത് ഒരു സങ്കടകരമായ കാര്യമാണ്. നമ്മൾ ഈശോയെ കാണുമ്പോൾ ആ കാഴ്ച കൊണ്ട് നമുക്ക് ഒരു രക്ഷാകര ചരിത്രത്തിന്റെ ഭാഗ്യമുള്ള ഭാഗമായി തീരാൻ സാധിക്കുമോ? രക്ഷാകര ചരിത്രത്തിൽ ഹെറോദസ് ഒരു ഭാഗമാണെങ്കിലും അവന്റെ ഭാഗം ഒരു ഭാഗ്യമുള്ള ഭാഗമല്ല, അത് ഒരു ദൗർഭാഗ്യമാണ്, ഒരു ദുരന്തമാണ് ഹെറോദസിന്റെ ജീവിതം. നമ്മുടെ ജീവിതം, നമ്മൾ ഇന്ന് ആരെയാണോ കാണാൻ ആഗ്രഹിക്കുന്നത് അവനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രാത്രിയാണിത്. ഈശോയെ, ദിവ്യകാരുണ്യത്തിലുള്ള ഈശോയെ കാണാൻ ആഗ്രഹിക്കുകയും നമ്മൾ കാണുകയും ചെയ്യുന്ന ഈ നേരം നമ്മുടെ അനുഗ്രഹത്തിൻ്റെയും രക്ഷയുടെയും അനുതാപത്തിൻ്റെയും പുതിയ ജീവിതത്തിൻ്റെയും ഒരു നേരവും ഒരു ഭാഗ്യവും ആയി തീരട്ടെ എന്ന് അച്ഛൻ സ്നേഹപൂർവം ആശംസിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകൾ അടച്ച് ഈ രാത്രിയിൽ കർത്താവ് നമ്മോട് സംസാരിച്ച കാര്യങ്ങളെ ഓർക്കാം. പ്രഭാതം മുതൽ ഈ സമയം വരെ ഈശോ നമ്മോട് കൂടെയുണ്ടായിരുന്നത് നന്ദിയോടുകൂടെ ഓർക്കാം. അമ്മ ത്രേസ്യ പറയുന്നു, നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുമ്പോൾ കൂടുതൽ അനുഗ്രഹങ്ങൾ ആ മഹാരാജാവിൽ നിന്ന് നിങ്ങൾ നേടിയെടുക്കും. കൂടുതൽ കൃപകൾ നേടുന്നതിന് ഇപ്പോൾ ഉള്ള അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്, വലിയൊരു ഭാഗ്യമാണ്. ഇപ്പോഴുള്ള അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുക എന്നത് കൂടുതൽ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു നല്ല വഴിയാണ്. നമുക്ക് ഇന്ന് നമ്മൾ നടത്തിയ യാത്രകൾ, ഇവിടെ എറണാകുളത്ത് നിന്നും തൃശ്ശൂരിൽ നിന്നുമൊക്കെ ഇന്ന് പ്രഭാതത്തിൽ യാത്ര ചെയ്ത് ഇവിടെ എത്തിയവരുണ്ട്. അടുത്തു നിന്നും അകലെ നിന്നും എത്തിയവരുണ്ട്. ഇപ്പോൾ ഓൺലൈനിലായിരിക്കുന്നവരുണ്ട്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന്
കർത്താവ് ചെയ്ത നിരവധിയായിട്ടുള്ള അനുഗ്രഹങ്ങൾ, നമ്മൾ കണ്ട കാഴ്ചകൾ, കേട്ട കേൾവികൾ, നമുക്ക് സംസാരിക്കാൻ സാധിച്ചത്, നമുക്ക് മറ്റുള്ളവരുടെ സ്നേഹം ആസ്വദിക്കാൻ സാധിച്ചത്, ഇതിനെല്ലാം ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് അത്ഭുതകരമായി ഇടപെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ നന്നായി ഒരു ക്ഷീണവും കൂടാതെ എഴുന്നേൽക്കുവാനും ദിവ്യബലിയിൽ പങ്കെടുക്കുവാനും അങ്ങയുടെ രാജ്യത്തിന്റെ ശുശ്രൂഷകളിൽ വ്യാപൃതരാകാനും, ഹല്ലേലൂയ, കുടുംബത്തിന്റെ കാര്യങ്ങളിൽ ഉത്തരവാദിത്വത്തോടുകൂടെ ഏറ്റെടുക്കാനും, മക്കളുടെ കാര്യത്തിലും ജീവിത പങ്കാളിയുടെ കാര്യത്തിലും അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ഓരോ വിവിധങ്ങളായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ കൃപ തന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരു തരത്തിലുള്ള അപകടവും അനർത്ഥവും അസ്വസ്ഥതകളും ഇല്ലാതെ ഇന്ന് ഞങ്ങളെ സംരക്ഷിച്ചതിന് ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചവരെയും ഈ ആലയം ക്ലീൻ ചെയ്യുന്ന ശുശ്രൂഷകളിൽ ഏർപ്പെട്ടവരെയും ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഇന്ന് ഞങ്ങൾക്ക് അങ്ങയുടെ പ്രവൃത്തികളെ കുറിച്ച് കേൾക്കാൻ പലതരത്തിൽ പല വ്യക്തികളിലൂടെ മാധ്യമങ്ങളിലൂടെ ഒക്കെ ഞങ്ങൾക്ക് കൃപ ലഭിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കാനും അങ്ങേ മഹത്വപ്പെടുത്താനും ഞങ്ങൾക്ക് വരം ലഭിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, വിടുതൽ നേടട്ടെ, അന്ധകാരം നീങ്ങട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, അഭിഷേകം 10,000 മടങ്ങായി വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ തിരുനാമത്തിന് മഹത്വം നൽകണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ കരമടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ പെരുമഴ ദൈവമക്കളുടെ മേൽ, നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന ദേശങ്ങളിൽ ഇപ്പോൾ പെയ്തിറങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ഓരോരുത്തരുടെയും 7 നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഭൗതികമായ ആവശ്യങ്ങളുണ്ട്. സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും, ഉദരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും, കൈക്കുഞ്ഞുങ്ങളെയും വിദ്യാർത്ഥികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരും, യുവതി യുവാക്കൾ, മധ്യവയസ്കർ, കുടുംബജീവിതം നയിക്കുന്നവർ, ജോലി അന്വേഷിക്കുന്നവർ, വിവാഹ തടസ്സം നേരിടുന്നവർ, സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടബാധ്യതകളിലൂടെ കടന്നു പോകുന്നവർ, കുടുംബസമാധാനം നഷ്ടപ്പെട്ടവർ, വിശ്വാസം നഷ്ടപ്പെട്ട ചില കുടുംബാംഗങ്ങൾ, മദ്യാസക്തി മൂലം ക്ലേശിക്കുന്ന തകരുന്ന കുടുംബങ്ങൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങൾ, ആക്രമണങ്ങൾ, സായുധ കലാപങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മതപീഡനങ്ങൾ, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലെ നിയോഗങ്ങളെ, കുടുംബത്തിൽ രോഗികളായി ഭവനങ്ങളിലും ആശുപത്രികളിലും കഴിയുന്നവർ, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ക്യാൻസറിന് ട്രീറ്റ്മെന്റ് ചെയ്യുന്നവർ, മരണാസന്നരായിട്ടുള്ളവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആത്മീയമായിട്ടുള്ള നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാളെ വ്യാഴാഴ്ച ഈ ആലയത്തിൽ നാളെ നടക്കുന്ന ശുശ്രൂഷകളെ, അതിൽ പങ്കെടുക്കുന്ന നാനാജാതി മതസ്ഥരായിട്ടുള്ള 10,000-കണക്കിന് ദൈവമക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അടുക്കള മുതൽ അൾത്താര വരെയുള്ള ശുശ്രൂഷകൾ സമർപ്പിക്കാം. ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന് ദൈവമക്കൾക്ക് വരാൻ ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും, വാഹന സൗകര്യം, സാമ്പത്തിക സൗകര്യം, സമയത്തിന്റെ സൗകര്യം എല്ലാം ക്രമപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് തന്റെ വചനം അയച്ച്
നടത്തട്ടെ. നാളത്തെ ദിവ്യബലിയെയും വചന ശുശ്രൂഷയെയും ആരാധനയെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിക്കാം. ഈശോയേ 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 ഈശോയേ. നമുക്ക് മുട്ടുകുത്താം. നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരീക്ഷ എഴുതുന്ന മക്കളുണ്ട്, എഴുതിയ പരീക്ഷകളുടെ റിസൾട്ട് കാത്തിരിക്കുന്നവർ, പരീക്ഷകൾ എഴുതാനിരിക്കുന്ന പരീക്ഷകൾ, അതുപോലെ ഈ രാത്രിയിൽ ഏകാന്തതയിലായിരിക്കുന്നവർ, തടവറയിലായിരിക്കുന്നവർ, തെരുവീതികളിലായിരിക്കുന്നവർ, അനാഥമന്ദിരങ്ങളിലായിരിക്കുന്നവർ, വൃദ്ധമന്ദിരങ്ങളിലായിരിക്കുന്നവർ, ആരും പരിചരിക്കാനും സ്നേഹിക്കാനുമില്ലാത്ത ആളുകൾ, അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നവർ, ചോരുന്ന ഭവനങ്ങളിൽ കഴിയുന്നവർ, എല്ലാവരെയും സമർപ്പിച്ച് നമ്മളിപ്പോൾ പ്രപഞ്ചം മുഴുവന് വേണ്ടി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുകയാണ്. ഇരുകരങ്ങളും ഉയർത്തി ശക്തിയോടുകൂടി യേശുനാമം വിളിച്ച് ദിവ്യകാരുണ്യ ആശീർവാദം നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും സ്വീകരിക്കാം. നേരവും പ്രിയപ്പെട്ടവരെ, ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അച്ഛൻ്റെ കൂടെ കുരിശടിയിൽ നിന്ന് മുട്ടയിൽ വലിഞ്ഞ് പ്രാർത്ഥിക്കാവുന്നതാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം.